പ്രളയ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പോലും കൈയിട്ട് വാരിയവനാണ് CPM-കാരും ഇടതരും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെട്ടിട്ടുള്ള ഈ പ്രളയ ഫണ്ട് തട്ടിപ്പിൽ അദ്ദേഹത്തിനെ പുറത്താക്കുകയുണ്ടായി. അന്ന് 7 or 8 ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. ആ ഇൻവോൾവ് ആയിട്ടുള്ളവരെല്ലാവരും NGO യൂണിയൻ അംഗങ്ങളായിരുന്നു. ഇവർ ഒട്ടുമിക്ക ആൾക്കാരും CMDRF-ൽ നിന്നും ഫണ്ട് സ്വകാര്യ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരാൾ ആത്മഹത്യ ചെയ്യുകയും അങ്ങനെ സക്കീർ ഹുസൈൻ്റെ പേര് എഴുതി വെക്കുകയും വരെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫ്ലഡ് ഫണ്ട് തട്ടിപ്പ് അതാണ്. ഇനി രക്തസാക്ഷികളുടെ ഫണ്ടാണെങ്കിൽ അഭിമന്യുവിൻ്റെ പേരിൽ ആദ്യം തിരിച്ച പൈസയ്ക്കകത്ത് തിരിമറി ഉണ്ടെന്നുള്ളത് അതവിടെ നിൽക്കട്ടെ, അതവിടെ നമുക്ക് മാറ്റിവെക്കാം. അത് ആരോപണം മാത്രമാണ്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024 ഈ തിരുവനന്തപുരത്തെ മാനവീയ രീതിയിൽ ഇതേപോലെ ഒരു ഫണ്ട് പിരിവ് നടത്തി. അതെന്താണ്? ടു ക്രിയേറ്റ് എ സ്കോളർഷിപ്പ് എൻഡോമെന്റ് ഫോർ അണ്ടർ പ്രിവിലേജ്ഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫണ്ട് പിരിവ് നടത്തിയത്. അതിൻ്റെ അകത്ത് വന്ന ആരോപണം ഇത് തന്നെയായിരുന്നു. പ്രോപ്പർ ഓഡിറ്റിംഗ് ഇല്ല, പ്രോപ്പർ റിസീവ് ഇല്ല, എത്ര പൈസ പിരിച്ചെന്നറിയത്തില്ല, എത്ര പൈസ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തെന്നറിയത്തില്ല എന്ന ആരോപണം വന്നു. അന്വേഷണം വന്നു. അന്നേരത്തേക്ക് 3.5 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത്ര മാത്രമേ പിരിച്ചിട്ടുള്ളൂ, ഇത്ര മാത്രമേ അത് ഉള്ളൂ എന്ന് പറഞ്ഞു. ആ ആരോപണം വന്നതിന് തൊട്ട് പിന്നാലെ പാർട്ടിയുടെ വിഭാഗീയതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും വഞ്ചൂരുമായി ബന്ധപ്പെട്ട് വഞ്ചൂർ സ്ഥലത്ത് ഒരു വിഷ്ണുരാജിന് ഒരു മാർട്ടിയർ ഒരു രക്തസാക്ഷി ഫണ്ട് തിരിമറി 5 ലക്ഷം രൂപയുടെ ആരോപണം വന്നു. ആ ആരോപണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ VS ജോയാണ്. അതുപോലെ തന്നെ കോവിഡ് അനന്തരമായിട്ട് അസുഖം ബാധിച്ച് മരിച്ച P ബിജുവിൻ്റെ പേരിൽ ഒരു ഫണ്ട് പിരിവ് നടത്തിയിരുന്നു. റെഡ് കെയർ സെന്റർ മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തും ഫണ്ട് തിരിമറിയുണ്ടെന്നും ആരോപണമുണ്ട്. ആ ആരോപണവും പാർട്ടി തന്നെയാണ് അന്വേഷിക്കുന്നത്. ഇനി ഇതെല്ലാം പോട്ടെ, തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ മേയറായിരുന്ന സമയത്ത് 2021-25 SC/ST ഫണ്ടായിട്ടും വിമൻ എംപവർമെന്റ് ഫണ്ടായിട്ടും 5.6 കോടി രൂപയുടെ തിരിമറി നടന്നത്. അതിൽ 10-17 പേരാണ് കുറ്റം ചാർത്തപ്പെട്ടിട്ടുള്ളത്. ആ ചാർത്തപ്പെട്ടിട്ടുള്ളവരെല്ലാവരും DYFIക്കാരോ അല്ലെങ്കിൽ പാർട്ടിയുടെ ബന്ധുക്കളോ ആണ്. ഇത്തരത്തിൽ ഏത് രീതി ഇനി ഇത് കൂടാതെ DYFI ഡൽഹി കലാപത്തിന് ശേഷം അവിടെ വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് 5,30,00,000 രൂപ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചു. അത് മൊത്തത്തിൽ തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്തതോ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തതോ ഒക്കെ ഉൾപ്പെട്ട് 1 കോടി രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി പൈസ എവിടെ എന്ന് ഇതുവരെ ഒരു കണക്കുമില്ല, ഒന്നുമില്ല. ഇതിനെ ചൊല്ലി വാർത്തകളും വന്നിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശർക്കരക്കുളം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കൈയിട്ട് വാരും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് ഈ CPM-കാരും ഇടതരും. അതുകൊണ്ട് V കുഞ്ഞികൃഷ്ണൻ ഈ പറയുന്ന ആരോപണം പുതിയതല്ല. കർക്കിടകത്തിൽ മഴ പെയ്യുമെന്ന് പറയുന്ന പോലെ മകരമാസത്തിൽ ചൂട് കൂടുതലായിരിക്കും എന്ന് പറയുന്ന പോലെ CPM എവിടെയുണ്ടോ എവിടെ ഫണ്ടുണ്ടോ അത് സഹകരണ ബാങ്ക് ആണെങ്കിലും ശരി, SC/ST ഫണ്ടാണെങ്കിലും ശരി, രക്തസാക്ഷി ഫണ്ടാണെങ്കിലും ശരി, മറ്റേത് ഫണ്ടാണെങ്കിലും ഫ്ലഡ് ഫണ്ടാണെങ്കിലും ശരി ഞങ്ങൾ കൈയിട്ട് വരും എന്നുള്ളതാണ് വസ്തുത.